ചേട്ടാ ഇത് എത്ര പഴക്കമുണ്ടാവും ഈ കെട്ടിടത്തിന്? കെട്ടിടത്തിന് ഇപ്പം ഇത്ര പഴക്കം പഴയ പാസ്പോർട്ട് ഓഫീസും സെയിൽ ടാക്സ് ഓഫീസും വർക്ക് ചെയ്തിരുന്നു. എത്രത്തോളം ഈ പുതിയ പാസ്പോർട്ട് ഓഫീസിൽ മാറിയിട്ട് തന്നെ എത്ര വർഷമായി? 20 വർഷത്തോളം. കെട്ടിടത്തിന് എത്ര വർഷം? കെട്ടിടത്തിന് 19 വർഷത്തോളം പഴക്കുണ്ട്. 80 വർഷം? അല്ലല്ല 19 വർഷത്തോളം ഉണ്ടാവും. ഞാൻ തന്നെ 45 വർഷമായി അവിടെ വന്നിട്ട്. 10-70 കൊല്ലത്തെ പക്ഷം എന്തായാലും ഉണ്ട്. പല കെട്ടിടങ്ങളും ഷോപ്പുകളും പൊളിക്കാൻ ഈ പാസ്സായ ബിൽഡിംഗ് അത്. ഇത് കോർപ്പറേഷന് ഒഴിവാക്കിയതാണ്, നോട്ടീസ് കൊടുത്തതുമാണ്. തൊഴിലാളികൾ ഈ ഷോപ്പിൽ മറ്റേ ഗോഡൗണൊക്കെ ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞതാണ്. പക്ഷേ ഷോപ്പിന്റെ ഉടമകൾ വീണ്ടും ഗോഡൗണിൽ ഇവിടെ വന്നിട്ട് ഷട്ടറൊക്കെ താഴ്ത്തിയിരിക്കുന്ന അവസ്ഥ. പക്ഷേ ചിലതൊക്കെ പ്രവർത്തിക്കുന്നു. അതെ, ഈ ലൈനിലൊക്കെ ഇതൊക്കെ പ്രവർത്തിക്കുന്നതാണ്. ഇതിപ്പോൾ അടുത്ത് ഉദ്ഘാടനം കഴിഞ്ഞതാണ്. പുതിയ ഷോപ്പ് ഉദ്ഘാടനം കഴിഞ്ഞു. അതാ ഇത് പുതിയ ഷോപ്പ് പോലെ ഒരു മാസമായിട്ടുള്ളൂ ഉദ്ഘാടനം കഴിഞ്ഞു. ഈ പൊളിക്കാനിരിക്കുന്ന കെട്ടിടത്തിൽ ഷോപ്പ് ഉദ്ഘാടനം? അത് കാലങ്ങളായിട്ട് അയാളെ കൈമിൽ ഒരു ഷേട്ടുണ്ട്, ശ്രീ ഗണേഷ്, അയാളെ കൈമിലാണ് അതുള്ളത്. അപ്പോൾ അയാളത് ഇപ്പോഴും വാടക കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കോർപ്പറേഷനിൽ. അപ്പോൾ അയാൾ തന്നെ പോലെ ഫാമിലി തന്നെയാണ് അതിപ്പോൾ നടത്തുന്നത്. ഇപ്പോൾ ഒരു 3-4 ഷട്ടർ ഇപ്പോൾ ഇവിടെ ലോക്കായി കിടക്കുന്നുണ്ട്, അതിലാളില്ല. ഇതിപ്പോൾ അവിടെ ഒരു അരിൻ്റെ ഗോഡൗണ്ട്, ഇവിടെ ഒരു അരിൻ്റെ ഗോഡൗണ്ട്. ഈ പറയുന്ന സെറ്റ് വേറൊരാൾക്ക് കൊടുത്ത പുതിയ ആളുകൾ അവരതിൽ തന്നെ വേറൊരാൾക്ക് വാടക കൊടുക്കും, മറിച്ച് കൊടുക്കുകയാണ്. അതെ. അപ്പോൾ അത് പുതിയ കടയുടെ ഉദ്ഘാടനം കഴിഞ്ഞു. പടയ ഉദ്ഘാടനം ഇപ്പോൾ അത് ഒരു മാസം ആവുന്നുള്ളൂ. അപകടാവസ്ഥ മുമ്പ് ഉണ്ടായിരുന്നു, ആരെങ്കിലും സൂചിപ്പിച്ചിരുന്നു? മുമ്പ് അതെ, അപകടത്തെ കാരണം ഓരോ ഭാഗം ഇങ്ങനെ ഇടിഞ്ഞു പോയി സൂചന കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് നോട്ടീസ് കൊടുത്തതും ഒയ്യാൻ വേണ്ടി പറഞ്ഞതും കോർപ്പറേഷന്. നോട്ടീസ് കൊടുത്തത് ഒയ്യാൻ വേണ്ടി പറഞ്ഞതുകൊണ്ട് ഇങ്ങനെ തകർന്നു വീഴുന്ന സാഹചര്യം തകർന്നു വീഴുന്ന സാഹചര്യം അല്ല, ചെറുക്കൻ ഓരോ ഭാഗം. ഇപ്പോൾ ഒരു ഭാഗം അവിടെ പൊട്ടിപ്പൊളിഞ്ഞ് വീണിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. അത് മൊത്തത്തിൽ വീണതാണ് ഇപ്പോൾ. പക്ഷേ ഏത് സമയത്ത് വീഴാൻ നമുക്ക് പറയാം. ഭാഗങ്ങളിലായിട്ട് ഇങ്ങനെ ചെറിയ വീഴ്ചകൾ പൊട്ടുകളുണ്ട്. ഇപ്പോഴും പൊട്ടുകളാണ്. ഇത് ഇനിയും പോകും. ഇതിപ്പോൾ പൊട്ടി നിൽക്കേണ്ടപ്പോൾ തോന്നിയപ്പോൾ ആ വെയിറ്റ് താങ്ങാൻ പറ്റാതെ ഇനിയും അത് നിലംപതിക്കും. ഇനിയിപ്പോൾ ഇത്ര ആളുകളെ കൊടുക്കുമെന്ന് പറയാനാവില്ല. സ്ഥാപനങ്ങൾ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. ഒരുപാട് സ്ഥാപനങ്ങൾ ഗോഡൗണാണിത്. തൊഴിലാളികൾ സ്ഥിരമായിട്ട് വന്നിരുന്ന സ്ഥലമായിരുന്നു. അതാണ് തൊഴിലാളികൾ എല്ലാ ദിവസവും വന്നിരിക്കുന്ന അവർ ഇവിടെ ഇരിക്കുന്ന ഗേറ്റ് വാസ് നമ്മൾ ലോഡ് കയറ്റാൻ വേണ്ടിയിട്ട് പിന്നെ അടുത്തടുത്തുള്ള ഓരോ കടകൾ നോക്കി വെക്കും. അതിനു വേണ്ടി വെക്കുന്നവരെ വരാൻ വേണ്ടി ഇവിടെ നിന്ന് തണലല്ലേ അവിടെ ഇരുന്ന് ഗേറ്റ് വാസ് ഒപ്പിക്കുക. ഡെയിലി ഇരിക്കുന്ന അവരൊന്നും വന്നിരുന്നത് കണക്കുകളും മറ്റു കാര്യങ്ങളും നോക്കാൻ വേണ്ടി ഇരിക്കുന്ന ഓരോ ഏരിയയിലേക്ക് സാധനം കയറ്റാൻ നോക്കി വെക്കുന്നതാണ്. അപ്പോഴാണ് സംഭവിച്ചത്. വീഴുന്നുള്ള കാര്യം പ്രതീക്ഷിക്കില്ലല്ലോ. കാരണം മേഖലല്ലേ, നമ്മളെപ്പോഴും വന്നിരിക്കുന്നല്ല, ആ സ്വഭാവത്തിൽ നമ്മൾ വന്നിരിക്കും. ഈ അപകടാവസ്ഥയിൽ കെട്ടിടാകുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ മുൻകരുതലുണ്ടാവില്ല. കാരണം തൊഴിലാളികൾ എപ്പോഴും വന്നിരിക്കുന്നതാണ്. എപ്പോൾ വീഴുന്നുള്ള നമുക്ക് അറിയില്ലല്ലോ. അപ്പൊ അതിലുള്ള ആളുകൾ അതിൽ കുടുങ്ങിപ്പോയി. അതാണ് ഇപ്പോൾ. പക്ഷേ ഭാഗ്യത്തിന് ഇന്ന് കുറച്ച് ആള് കുറവാണ്. കുറവാണ്. കൂടുതൽ ഇനിയും സ്ഥിരമായൊരു 10-20 ആൾക്കാരൊക്കെ സ്റ്റാമ്പ് വീണ് വലിയൊരു അപകടമുണ്ടായത്. അവിടെ നിന്നുള്ള തൊഴിലാളികളുടെ ഉൾപ്പെടെ പ്രതികരണങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്.